I can't go back to you, my friend. Don't even ask, don't play pretend. You know you left me lonely, I could tell them the whole story. It may take a couple hours, I've got time, let's get this. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ തുടങ്ങുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ നാടായ പോർച്ചുഗലിൽ നിന്നാണ്. ഞാനിപ്പോൾ ലിസ്ബണിലുള്ള ഒരു തുറമുഖ നഗരമാണ്. അതുകൂടാതെ തന്നെ എന്താ പറയുക, കുന്നിൻ ചെരുവുകളായിട്ടുള്ള തീരദേശ പ്രദേശമാണ് ലിസ്ബൺ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം നിൽക്കുന്നത് എഗസ്റ്റ്യാറോന്റെ ആർക്കിന്റെ മുന്നിലാണ്. അപ്പോൾ ഇതിനുള്ള സ്ട്രീറ്റിലെ കാഴ്ചകളും ഇതൊരു 2 വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ മുന്നോട്ട് പോകാം. നമുക്കിപ്പോൾ എന്തായാലും ഇവിടെ ലിസ്ബണിൽ, അതായത് സാന്റ ഗ്രാസിയുടെ ഒരു ചർച്ചുണ്ട്. അതായത് ഇപ്പോൾ അത് ചർച്ചല്ല, അതായത് ഒരു നാഷണൽ പെന്തിയോണായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണം. നാഷണൽ പെന്തിയോണായിട്ടാണ് അത് അറിയപ്പെടണത്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് ഞാനിങ്ങനെ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. ഇവിടേക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഏതോ ഒരു മോണ്യുമെൻസിൻ്റെ സൈഡൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ഉൾവഴിയിൽ കൂടെയൊക്കെ കയറി വന്നപ്പോൾ ഇതൊരു മലൻ ചെരുവാണ്. അതുകൊണ്ട് വഴി ഇപ്പം അറിയാനും പറ്റില്ല. ഇതുണ്ടോ, അവിടെയൊക്കെ സ്ഥലങ്ങൾ കണ്ടോ, ഫുൾ കുന്നിൻ ചെരുവുകളാണ് കടൽ തീരത്തെ. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചില്ല. അതുകൊണ്ടോ ചെടികളൊക്കെ വെച്ച് ഇവിടെ ഭംഗിയാക്കിയിട്ടുണ്ട് ഈ സൈഡ്. ടുക്ക് പോകണുണ്ടോ അവിടുത്തെ. ചില നാട്ടിൽ ഓട്ടോറിക്ഷ പോലെ ടുക്കുകൾ, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉൾവഴികളിലുണ്ട്. ചെറിയ ചെറിയ നടപ്പാതകളുണ്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ, ഉള്ളൊരു സ്പേസ് മാത്രമേ ഇവിടേക്കുള്ളൂ. പോർച്ചുഗീസ് ക്യൂസിൻ്റെ ഒരു റെസ്റ്റോറൻ്റൊക്കെ സൈഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകൾ ഇവിടെ കാണും. അങ്ങനെ സാന്റ ഗ്രേസിയുടെ ചർച്ചിൻ്റെ മുന്നിലെത്തിയിട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് കേട്ടോ സാന്റ ഗ്രാസിയ ചർച്ച്. ഇതിപ്പോൾ നാഷണൽ പെന്തിയോണായിട്ടാണ് ഇവിടെ അറിയപ്പെടണത്. ഇതിന് ചുറ്റും വീടുകളാണ് കംപ്ലീറ്റ്. അതിൽ കുറേ കാറുകൾ നിൽക്കുന്നുണ്ടോ. എല്ലാം വീടുകളാണ് അതൊക്കെ. കുറേ ഈ ടുക്ടുക്കൊക്കെ കൂടുതലും ഇന്ത്യക്കാർ തന്നെയാണ് ഓടിക്കണത് ഇവിടെ. ഞാൻ കുറേ പാകിസ്ഥാനികളെ ഇന്ത്യക്കാരെയും ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ. ആ ഒരു ആർക്കിൻ്റെ ഭാഗത്തൊക്കെ പോയ സെൻറ്ററിലൊക്കെ പോയി നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ എൻ്റെ പുറകെ കാണുന്നതാണ് സാന്റ എൻക്രാസിയ ചർച്ച്. ഇപ്പോഴത്തെ നാഷണൽ പെന്തിയോണായിട്ട് പറയും ഈ അറിയപ്പെടുന്ന ഒരു ചർച്ച്. ലിസ്ബൺ മുനിസിപ്പാലിറ്റിയിലെ ഒരു മുൻ ഇടവകയാണ് സാന്തോ എൻക്രാസിയ. 2012 ഡിസംബർ 8 ലിസ്ബണിന്റെ ഭരണപരമായ പുനഃസംഘടനയിൽ അത് സാവോവിന്റെ ഇടവകയുടെ ഭാഗമായി. എസ്റ്റാവോ ഡി അൽഫാമ പിടിച്ചടക്കിയതിനു ശേഷം 1959 ഈ ഇടവക രൂപീകൃതമായത്. സരഗോസിയിലെ കത്തോലിക്ക രക്തസാക്ഷി സാന്ത എൻക്രാസിയുടെ ബഹുമാനാർത്ഥം ഈ ഇടവക നാമകരണം ചെയ്യപ്പെട്ടു. പിന്നീട് മാനുവൽ 1 രാജാവിന്റെ മകൾ ഇൻഫന്റ മരിയ പ്രസ്തുത രക്തസാക്ഷിയുടെ അവശിഷ്ടം സ്വീകരിക്കുന്നതിനായി ഇടവകയിൽ ഒരു പള്ളി പണിതു. ശക്തമായ ഒരു കൊടുങ്കാറ്റിൽ ഏതാണ്ട് നശിപ്പിക്കപ്പെട്ടതിനു ശേഷം പള്ളി പുനർനിർമ്മിക്കുകയും ഒടുവിൽ ദേശീയ പന്തിയോൺ വർഗീകരണം നേടുകയും ചെയ്തു.
ഇതിന്റെ ഓപ്പണിംഗ് ടൈമുകൾ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഇന്ത്യൻ ചർച്ച് ഓഫ് സൺഡേ ഇൻ കറാച്ചി. We brought up Portugal, so we sort of what it's like. And you can really start seeing the kind of power. കുറേ സഞ്ചാരികൾ സൈക്കിളെ ഔട്ടി യാത്ര ചെയ്യുന്നു. ഈ സിറ്റി കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ. ഇവിടെ കുറെ റെസ്റ്റോറൻ്റ്, ചുറ്റാവട്ടത്തെ കഫേസും എല്ലാം ഉണ്ട് കേട്ടോ. കുറേ സഞ്ചാരികളിവിടെ ടുക്ടുക്കിൽ വന്നിറങ്ങുന്നുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് മുകളിൽ കാസിലോട്ട് പോകും. കാസിൽ നിന്ന് ഈ കടലും ഈ ഭംഗിയൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. അത് നമുക്ക് എന്തായാലും മുകളിൽ കാസിലോട്ട്, ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, 1.5 കിലോമീറ്റർ അവിടെ ഉണ്ട്. അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഈ സൈക്കിളുകളിലും ടുക്ടുക്കും പിന്നെ ട്രാമുകളുടെ സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അതിലൊക്കെ സഞ്ചരിക്കാൻ അടിപൊളിയാണ്. ഈ സിറ്റിയുടെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അതിലൂടെയൊക്കെ. ടൂറിസ്റ്റുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അവിടെ. ടുക്ടുക്കിന്റെ ഡ്രൈവേഴ്സ് ഇല്ലേ, അവര് തന്നെയാണ് ട്രാവൽ ഗൈഡുകൾ. കുറേ പേര് വരുന്നുണ്ട് കേട്ടോ നാട്ടിൽ ഇവിടേക്ക്. ഇത് കണ്ടോ, നാട്ടില് മറ്റേ ആപ്പ ഓട്ടോറിക്ഷകളില്ലേ, പെറ്റ് ഓട്ടോറിക്ഷകള്, ചരക്കുകൾ സാധനങ്ങൾ കൊണ്ടുപോകണം, അതാണ് ആ സംഭവം. അതും ഇവിടെ അവര് ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്നുണ്ട് ആളുകളുടെ, ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. ചുമർ ചിത്രമൊക്കെ വരച്ചിരിക്കുന്നുണ്ടോ പുറകില്. ഒടുക്കത്തെ വെയില്, ചൂടത്രയില്ല, പക്ഷെ നല്ല വെയിലുണ്ട്. കാസിലോട്ട് പോകാം എന്തായാലും മുകളില്. You try but can't get through to me. It's not you, yeah, it's always me. I close my heart to you, you see it opens up for nobody. It's been so hard to fall asleep. The weather always makes my nose bleed. Makes my nose bleed. It's so hard to believe that one day I'll feel. വലിയൊരു കവാടം. എന്തായാലേ സ്ഥലങ്ങൾ കാണാൻ ഒരു മടുപ്പം തോന്നില്ല. സ്ഥലങ്ങൾ ഇതുപോലെ ചുറ്റിക്കാണാനും. എത്ര വലിയ ബിൽഡിങ്ങിന്റെ പുറകിലാണ്, സൈഡിലാണ്. ഒരു അറ്റം വെയിലടിക്കില്ല. കാഴ്ചകൾ കാണാൻ നമുക്കൊരു മടുപ്പം തോന്നില്ല. എത്ര വേണമെങ്കിൽ നടന്നുകൊണ്ട് കാണാൻ പറ്റും. നല്ല ക്ലൈമറ്റും കൂടെ ആവണം, അല്ലെങ്കിൽ നമുക്ക് തോന്നുപോലുമില്ല വെയിലത്തെ ഇങ്ങനെ നടക്കുക. വലിയൊരു ബിൽഡിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ സൈഡിൽ നിന്ന് നടന്നു വന്നപ്പോഴാണ് ലിസ്ബൺ കാത്തഡ്രലിന്റെ മുന്നിലെത്തിയത്. അതായത് തണലൊക്കെയായിട്ട് ആ വലിയ ബിൽഡിംഗ് ഞാൻ കാണിച്ചില്ലേ, അത് ഈ ലിസ്ബൺ കാത്തഡ്രലിന്റെ സൈഡായിരുന്നു. അപ്പോൾ ഇതാണ്, ഞാനിപ്പോൾ അതിൻ്റെ മുന്നിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നല്ലൊരു, അവിടെ എഴുതിയിട്ടുണ്ട് പനോരമിക് വ്യൂ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകണമെങ്കിൽ നല്ലൊരു പനോരമിക് വ്യൂ കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് പോവാം, എന്നിട്ട് നമുക്ക് കാസിലോട്ട് പോകാം. എന്തായാലും ഒരു പാഷ ടൈപ്പ് ബിൽഡിങ്ങുകളാണ് ഇവിടെയൊക്കെ പണിതിരിക്കണം. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോയി ഇവിടെ നിന്ന്. ഇവിടെ കുറെ കാര്യങ്ങൾ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ലിസ്ബൺ കത്തീഡ്രൽ അല്ലെങ്കിൽ ലളിതമായ സേ ഡി ലിസ്ബോസ എന്ന് വിളിക്കപ്പെടുന്ന സെയിന്റ് മേരി മേജർ കത്തീഡ്രൽ പോർച്ചുഗീസിൽ സാന്താ മെരിയ മയർ ഡി ലിസ്ബോവ അല്ലെങ്കിൽ സെക്കാറ്റഡ്രൽ മെട്രോപൊളിറ്റാന പാട്രിയാർക്കൽ
ഡി സാന്താ മെരിയ മേയർ ഡി ലിസ്ബോവ പോർച്ചുഗലിലെ ലിസ്ബണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കാത്തോലിക്ക കത്തീഡ്രലാണ്. 1747 നിർമ്മിച്ച നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണിത്. നിരവധി ഭൂകമ്പങ്ങളെ അതിജീവിച്ച കത്തീഡ്രൽ നിരവധി തവണ പരിഷ്കരിക്കുകയും പുതുക്കിപ്പണിയുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വ്യത്യസ്ത വാസ്തുവിദ്യ ശൈലികളുടെ മിശ്രിതത്തിന് കാരണമായി. ലിസ്ബണിലെ പാത്രിയാർക്കേറ്റിന്റെ ആസ്ഥാനമാണിത്. 1910 മുതൽ ഒരു ദേശീയ സ്മാരകമായി തരംതിരിച്ചിട്ടുണ്ട്. I'll do what it takes, I'll make a mistake. ചർച്ച അതിമനോഹരമാണല്ലോ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പുറത്തോട്ട് പോവാം. ഇവിടെ എല്ലാം ഈ സൈഡൊക്കെ ഒരു കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. നോട്ടെ, ഒന്നും ഭക്ഷണമൊന്നും കഴിക്കണമൊന്നുമില്ല, ഓൾറെഡി കഴിച്ചിട്ട് ഇറങ്ങിയത്. ലോജ ഷോപ്പ്, സോനിയർ ഷോപ്പുകളും അത്യാവശ്യം എന്താണല്ലേ, ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഇവിടെ അലങ്കരിച്ചിട്ടു. സൈഡ് ഇങ്ങനെ മറ്റേ എന്താ ബോഗൻവില്ലല്ലേ ഇതിന് പറയാ, പേപ്പർ പൂക്കൾ നാട്ടിൽ പറയണതല്ലേ, ഇതൊക്കെ വെച്ച് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. സ്ത്രീകളൊക്കെയാണ് ഈ വണ്ടി ഓടിക്കണത്, ടുക്കൊക്കെ ഓടിക്കണതൊക്കെ. വാ, ഇത് അടിപൊളിയുണ്ടല്ലോ. എന്താല്ലേ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ ഏതൊക്കെ രീതിയിലാണ് ഇത് വണ്ടികൾ ഇറങ്ങണമെന്നുണ്ടോ. വിന്റേജ് ഇത് കുറച്ചുകൂടെ അഡ്വഞ്ചറാണ് കേട്ടോ ഇവിടുത്തെ. ഇത് മുകളിലോട്ട് പോകാൻ ട്രാം ഉണ്ട് കേട്ടോ അവിടെ. ഇതാ ട്രാം ഉണ്ട്, അതാ പോണത്. ഇതവിടെ ഒരു ട്രാം വന്നുകൊണ്ടിരിക്കുക. നല്ല സമയത്ത് ഞാനിവിടെ എത്തി. ഇനി ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് ഈ കത്തീഡ്രലിലേക്ക് വരാനുള്ള ആളുകൾക്ക് വേണ്ടി. ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ട് ഇറക്കണ്ട് ഈ ട്രാം വഴി തന്നെ. ഇവിടെ കണ്ടോ മുകളിൽ വരെ ട്രാമിന്റെ ട്രാക്ക് ഉണ്ട് കേട്ടോ. അതിനിടയിൽ ഈ കുറെ ടുക്ടുക്കുകൾ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെ ഫെസിലിറ്റിയിലൂടെയാണ് ഇവിടെ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം പറയാം. ട്രാമിന്റെ ട്രാക്കാണത് മുകളിലേക്ക്. പിന്നെ ചെറിയ ചെറിയ സ്റ്റോപ്പുകളാണ് ഈ കത്തീഡ്രലിലേക്ക്, അതായത് ലിസ്ബൺ ഈ കത്തീഡ്രലിലേക്ക് പോകാനായിട്ട് അവിടെ ഒരു സ്റ്റോപ്പ്, പിന്നെ മുകളിലെ കാസലിലേക്കുള്ള ഒരു സ്റ്റോപ്പ്. അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതെന്താണോ, ഇതൊരു ഒപ്പറ ഹൗസ് ആണോ? അല്ല, ബോസ് ദോ ഒപ്പെറാറിയോ, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എനിക്ക് തോന്നണം. അതെ, തിയേറ്റർ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. ഒപ്പറ ഹൗസ് അല്ല എന്തായാലും. നമുക്ക് അങ്ങോട്ട് പോടാം, തണലത്ത് നടക്കാം. ഒടുക്കത്തെ കയ്യിലാണ്. എല്ലാവർക്കും ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട ഇവിടുത്തെ എന്താ പറയാ, ഒരു ട്രാവൽ ഗൈഡ് പോലെ ഹിസ്റ്ററികളും കാര്യങ്ങളും എല്ലാം. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പുറകെ എത്രണ്ണം പോയിക്കൊണ്ടിരിക്കണം പറയോ. അവർക്ക് നല്ലൊരു വരുമാനം അറിയണം. പക്ഷേ ഇത് ഒരുപാട് ടുക്ടുക്കളും പല ഡിഫറെൻ്റ് എന്താ പറയുക, പല വിൻറ്റേജ് വെഹിക്കിളും യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ടുക്ടുക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അത് ഏത് മോഡൽ വണ്ടിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സൈഡുകളൊക്കെ ബാങ്ക്, ഇത് ബാങ്കാണ് ഇവിടുത്തെ മൾട്ടി ബാങ്ക്, MB. ഇവിടുത്തെ ബാങ്കുകളായിരിക്കും ഇതെല്ലാം, പോർത്തുഗലിലെ. ഒരുപാട് പോർച്ചുഗീസ് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു വഴിയിലൊരു
പുള്ളിയോട് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് 5 മിനിറ്റിൻ്റെ വാക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് കാസിലേക്ക്. എനിക്ക് തോന്നുന്നു എത്താറേ ഇതിന് മുകളിലാണ് കേട്ടോ. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് കാഴ്ചകളെ കാണിച്ചാൽ ഇവിടെ തന്നെ എത്തി ഞാനിപ്പോൾ ഏകദേശം. ഇതാണ്ടോ കാസിലേക്കുള്ള വഴി. ഫൈനലി നമ്മൾ കാസിലേക്കുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവരെന്തോ പറഞ്ഞ് ചിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. വാവ്, ആ കാണുന്നതുണ്ടോ, അതാണ് അൽബാറ ബ്രിഡ്ജ്. എന്താല്ലേ ഈ സിറ്റിയിലെ കാഴ്ച, ഒരു രക്ഷയില്ലാത്തതാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. എന്താല്ലേ ഈ സിറ്റിയുടെ വ്യൂ കാണാൻ ഒരു രക്ഷയില്ലാതാണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്ക്. I can't feel for you, no. Tell me all your deepest secrets are no fun. And I always wanna know what's wrong, but end up coming off too strong. And I just wanna help, will you let me in? Will you let me in? Help me, help ya. Help me, help ya. I'll do what it takes, I'll make a mistake. ഇവിടെ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു, ചെറിയൊരു ഇതൊക്കെയുണ്ട്. കുറെ ടൂറിസ്റ്റുകൾ വരണമല്ലേ, അതുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തെറ്റി കിട്ടോ. ഞാൻ കാസിൽ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്, പക്ഷേ കാസിലല്ല ഇവിടെ. കാസിൽ ഓപ്പോസിറ്റ് സൈഡാണ്. എനിക്ക് ഇവിടെ അത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഒരു 5 മിനിറ്റ് വാക്കണ്ട വരും. ഇത് വെറും എന്താ പറയുക, ഈ സിറ്റിയുടെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. ഇതൊരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട്, ഹിൽ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹിൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല മനോഹരമാണ്. അപ്പോൾ ഒരു പോയിന്റ് മാത്രമാണ് ഇത് സത്യം പറഞ്ഞ. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം. ഒരുപാട് ടുക്ടുക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇടയിൽ എപ്പോഴാണ് ഈ ഇറക്കത്തിൽ നിന്ന് ചിലപ്പോൾ പാഞ്ഞു വരുമാര്. ഇന്ത്യക്കാർ തന്നെയാണ് വണ്ടികൾ ഓടിക്കുന്നത്. ഇന്ത്യക്കാരാന്ന് പറയില്ല, ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും അതൊക്കെ. നമുക്കിപ്പോൾ മെല്ലെ ഇവിടുന്ന് കാസിലേക്ക് വെച്ച് പിടിക്കാം. കാസിലെത്തിയിട്ട് കാഴ്ച കാണിച്ചത്, അതും ഇതുപോലെ ടോപ്പ് ഒരു മലയുടെ മുകളിലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയാ, പഴയ പണ്ടത്തെ ലാൻഡ്സ്കേപ്പ് അറിയില്ലേ, അപ്പോൾ അതിന് കൊത്തുപണികൾ നടത്തിയിട്ടാണ് ആ കാസിലൊക്കെ പണിതെടുത്തിരിക്കണം. അപ്പോൾ അവിടെ നിന്നും കാഴ്ചകൾ ഇതേപോലെ തന്നെ ഈ സിറ്റിയുടെ വ്യൂവും കാണാനൊക്കെ ഏറ്റവും ടോപ്പിൽ നിന്ന് അതിമനോഹരമായിരിക്കും. അപ്പോൾ കാസിൽ എത്താറേ കുറച്ച് ഒരു 5 മിനിറ്റ് വാക്ക് ഇടുന്നത്. അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണിച്ചാൽ അടുത്ത്